നമസ്കാരം. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് റെസ്പെക്റ്റ് ആണ്. ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ആത്മീയപരമായ അറിവ് പകർന്നു തന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പകർന്നു തരുന്ന എല്ലാ ഗുരുക്കന്മാരോടും നിങ്ങൾ നന്ദി പറയുക എന്നാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ജീവിത പാഠങ്ങൾ പകർന്നു തന്ന ഓരോ അനുഭവങ്ങളോടും അതുപോലെ തന്നെ ഓരോ വ്യക്തികളോടും നന്ദി പറയാൻ ഭഗവാൻ പറയുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഭാരരഹിതമാകാൻ സാധിക്കും എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് ഇത്തരത്തിൽ ഭാരരഹിതമാകുന്നതിലൂടെ നിങ്ങളിലേക്ക് വരാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അതുപോലെ നിങ്ങളിലോട്ട് ഓപ്പണായി വരാനുള്ള അറിവും ജ്ഞാനവും ഒരു ബ്ലോക്കേജും കൂടാതെ നിങ്ങളിലോട്ട് എത്തിച്ചേരുന്നതാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. സ്വഭാവത്തിൽ നിങ്ങൾ എപ്പോഴും എളിമത്തം കാത്തു സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങളുടെ ഹയർ സെൽഫുമായി കണക്റ്റ് ആവുകയും അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം സദാ നിങ്ങളിലോട്ട് ലഭ്യമാകുന്നതിന് കാരണമാവുകയും ചെയ്യും എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് വരുന്നത്. അടുത്തത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയുടെയും പ്രാർത്ഥനകളുടെയും ഫലം നിങ്ങളിലേക്ക് ഭഗവാൻ തരുന്നുണ്ട്. പലതരത്തിൽ ആ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. സാമ്പത്തികമായും വൈകാരികമായും ആത്മീയപരമായും നിങ്ങൾക്ക് ആ അനുഗ്രഹങ്ങൾ ഭഗവാൻ തരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ആത്മീയ പ്രവർത്തനങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അതിന് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. അതിൽ ഭഗവാന്റെ സഹായങ്ങളും അതുപോലെ തന്നെ ഗൈഡൻസും ഭഗവാൻ തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നിവിടെ മെസ്സേജ് തരുന്നുണ്ട്. അടുത്തത് ലോ ഓഫ് കർമ്മയാണ്. ഇവിടെ നിങ്ങളോട് ഭഗവാൻ പറയുന്നത് നിങ്ങൾക്ക് കർമ്മഫലം അനുഭവിക്കാനുള്ള സമയമാകുന്നു എന്നാണ്. അത് പുണ്യപ്രവൃത്തികൾക്കുള്ള റിവാർഡ് നിങ്ങളിലോട്ട് എത്തുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ പുണ്യം എന്നുള്ളത് പോലെ തന്നെയാണ് പാപത്തിൻ്റെയും റിവാർഡ് നിങ്ങളിലോട്ട് വരുന്നുണ്ട്. ഏതാണോ നിങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലൊരു വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കർമ്മയിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയാത്തതിനാൽ ഗുണവും ദോഷവും എന്ത് തന്നെയായിരുന്നാലും അത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അടുത്ത മെസ്സേജ് ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് ആണ്. നിങ്ങൾക്ക് ഭഗവാന് നൽകുന്ന നിങ്ങൾ ഭഗവാന് നൽകുന്ന ഓരോ ഓഫറിങ്സും, അതായത് വഴിപാട് അതുപോലെ തന്നെ ഫുഡ് അല്ലെങ്കിൽ വെള്ളം എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ ഭക്തിയോടുകൂടി ഭഗവാന് കൊടുക്കുന്ന ആ ഒരു ഓഫറിങ് എന്ന് പറയുന്നത് ഭഗവാന് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. അതിൽ ഭഗവാൻ പൂർണ്ണ തൃപ്തനാണ് എന്നിവിടെ പറയുന്നുണ്ട്. നിഷ്കളങ്കമായ സ്നേഹത്തോടെയും ഭക്തിയോടെയും നിങ്ങൾ അർപ്പിക്കുന്ന ഒരു ഇല പോലും ഭഗവാന് അത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്, വില കൽപ്പിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത്. അടുത്തത് ടൈം ടു മൂവ് ഓൺ ആണ്. ഇവിടെ ഭഗവാൻ പറയുന്നത് പഴയ കാര്യങ്ങളെല്ലാം നിങ്ങൾ കളയുക എന്നുള്ളതാണ്. ഈ മെസ്സേജും ഇപ്പോൾ സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ലാത്തവർ അത് പൂർണ്ണമായും കൃത്യമായും അത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളെ വലിയൊരു പർപ്പസിലേക്കാണ് ഭഗവാൻ നയിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങളെ നിയോഗിക്കപ്പെട്ടത് ആ ഒരു വലിയ പർപ്പസ് നിങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് സോൾ കോൺട്രാക്റ്റ് എടുത്ത് ഈ ജന്മം സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളതും. അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന കെട്ടുപാടുകളെല്ലാം റിലീസ് ചെയ്യാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഹോൾഡ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം, ഇമോഷൻസ് എല്ലാം നിങ്ങളിൽ ഓരോ ബ്ലോക്കേജസ് സൃഷ്ടിച്ച് വീണ്ടും ഇതേപോലുള്ള ലൂപ്പിൽ ചെന്നപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോ ലൂപ്പിൽ ചെന്ന് പെട്ട് നിങ്ങൾ ഓരോ ദിവസവും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജന്മോദ്ദേശത്തിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ നിങ്ങൾ വീണ്ടും ജന്മമെടുത്ത് ഇതിലും വലിയ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത്. ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് സ്വീകരിക്കുക, വ്യക്തമായ തീരുമാനം നിങ്ങൾ കൈക്കൊള്ളുക,
ഭയമില്ലാതെ നിങ്ങൾ മുന്നോട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുള്ള വാതിൽ തുറക്കപ്പെടുകയുള്ളൂ എന്നിവിടെ ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്തത് ഗീത ഡെക്കിൽ നിന്നുള്ള കാർഡ് ഗോഡ്സ് ഫോമാണ്. ഇവിടെ ഭഗവാൻ പറയുന്നത് ഭഗവാനുമായി നിങ്ങൾ ഡയറക്റ്റായി കണക്റ്റ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഇത് നിങ്ങൾ സ്ഥിരം ചെയ്യാനുള്ളൊരു കർമ്മം തന്നെയാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഭഗവാനുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവുന്നതിനും ഭഗവാന്റെ രൂപം നിങ്ങളിലോട്ട് ദർശിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളിൽ കൂടുതൽ ആ ബോണ്ട്, ഭഗവാനായിട്ടുള്ള ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. മെഡിറ്റേഷനിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് ഭഗവാന്റെ ദർശനം തന്ന് അനുഗ്രഹിക്കുന്നതാണ് എന്നും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടി സമയം കണ്ടെത്തുക തന്നെ വേണം കേട്ടോ. അടുത്തത് ദ മൈൻഡ് ഫ്രണ്ട് ഓർ എനിമിയാണ്. നിങ്ങളെ ഉയർത്താനും അതുപോലെ തന്നെ താഴ്ത്താനും കഴിവുള്ളൊരു പവർഫുള്ളായിട്ടുള്ളൊരു ആയുധമാണ് നിങ്ങളുടെ മനസ്സ്. നിങ്ങൾ കൃത്യമായ അച്ചടക്കത്തോടെ അതിനെ പരിപാലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഫ്രണ്ടായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് നിങ്ങളിലോട്ട് വരാനുള്ള അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ നിങ്ങളിലുള്ള അനുഗ്രഹങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളയുന്ന ഒരു ശത്രു തന്നെയാകുന്നതാണ് നിങ്ങളുടെ മനസ്സ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ കർശനമായി നിയന്ത്രിക്കുക എന്നുള്ളൊരു വാണിംഗ് മെസ്സേജ് ഭഗവാൻ ഇവിടെയും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത റീഇൻകാർണേഷനാണ്. നിങ്ങളുടെ സോളിൻ്റെ യാത്ര അവസാനമില്ലാത്തതാണ്. ഇപ്പോഴുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും പാസ്റ്റ് കർമ്മയുമായിട്ട് ബന്ധമുള്ളതാണ്. ഇന്ന് ചെയ്യുന്ന ഗുഡ് കർമാസ് ഒക്കെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് പ്ലസ് പോയിന്റ്സ് ആണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി ഇനിയുള്ള ഓരോ ദിവസവും ഓരോ കർമ്മങ്ങളും ചെയ്യുക. മറ്റുള്ളവരുടെ സഹാനുഭൂതിയും സകല ജീവജാലങ്ങളോടും അനുകമ്പയും അവയ്ക്കൊക്കെ ഹെൽപ്പും ഒക്കെ നിങ്ങളാൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. കാരണം ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് നാളത്തേക്കായി റെക്കോർഡ് ചെയ്യപ്പെട്ട് വെക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും വേസ്റ്റായി പോകുന്നതല്ല. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോഴേക്കും അതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ ലഭ്യമാകുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അടുത്തത് സ്പാർക്ക് ഓഫ് സ്പ്ലെൻഡർ ആണ്. നിങ്ങൾ സ്വയം ഭഗവാന്റെ ഒരു അംശമാണ്. നിങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്ന ഭഗവാനെ തിരിച്ചറിയുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സഹായ സഹകരണങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അത് ഭഗവാന്റെ തന്നെ മഹത്വത്തെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് ഇന്നത്തെ മെസ്സേജ്. നിങ്ങൾ കൈവരിക്കുന്ന ആത്മീയ പുരോഗതി ഒരിക്കലും കുറയുകയില്ല. അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയേ ഉള്ളൂ. കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ സാധനകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഭഗവാൻ നിങ്ങളുടെ ആത്മാർത്ഥതയെയും അതുപോലെ സത്യസന്ധതയെയും മനസ്സിലാക്കുന്നുണ്ട്. ഭഗവാനെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ ഭഗവാൻ നിങ്ങൾക്ക് മോക്ഷപ്രാപ്തിയും തന്ന് അനുഗ്രഹിക്കുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മോക്ഷപ്രാപ്തിക്കും അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ അലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മെസ്സേജസൊക്കെ കൃത്യമായിട്ടും പരിപാലിക്കുക, ശ്രദ്ധിക്കുക. താങ്ക് യു.